Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What major blessings are coming for you in your relationship? Love relationship situation la എന്ത് മേജർ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ ഒരു ചേഞ്ചസ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത്, എന്തൊക്കെ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ കളക്റ്റീവ് ആയിട്ട് നോക്കുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, കറന്റ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ ഈ ഒരു സമയം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യുക. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈറ്റ് സ്പ്രെഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എസ്പെഷ്യലി നിങ്ങളൊരു റൈറ്റ് റിലേഷൻഷിപ്പ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്, റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളോ ഓർ എന്ത് സിറ്റുവേഷനിൽ കൂടിയാണോ നിങ്ങൾ പോകുന്നത്, ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് കാണിക്കണം. ഓക്കെ, സോ എസ്പെഷ്യലി നിങ്ങളൊരു ട്രൂ ലവ് ഒക്കെ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്കാണ് കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രകാശം പടർത്തുന്ന സമയത്താണ് നിങ്ങൾ എവിടെയാ, നിങ്ങൾ എന്താന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവുള്ളൂ, അല്ലെ നിങ്ങൾ ആരാന്നുള്ളത് മനസ്സിലാവുള്ളൂ. സോ വിച്ച് മീൻസ് ലൈക്ക് നിങ്ങൾ കുറച്ച് സെൽഫ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ഒരുപാട് ഫയർ കൊടുക്കുന്ന, നിങ്ങൾ ഒരുപാട് ഗ്ലോ ചെയ്യാൻ സാധിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷൻ കൂടിയാണ്. നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളത്. ചില ആളുകൾ നിങ്ങൾ ഓൾറെഡി അതിന് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ എന്ത് എനർജിയാണോ നിങ്ങൾ കൂടുതൽ എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. കാരണം അതാണ് നിങ്ങളുടെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് സ്പ്രെഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എത്രമാത്രം ഗ്ലോ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് എത്രമാത്രം ലൈറ്റ് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുമോ അതിലേക്കാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. എത്രമാത്രം നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ലൈഫ്, നിങ്ങളെ തന്നെ ആ ഒരു ഗ്ലോ, ആ ഒരു ഓറ നിങ്ങൾക്ക് എത്രമാത്രം ക്ലെൻസ് ചെയ്യാൻ പറ്റുമോ, എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം എഗെയിൻ നമ്പർ 3 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് എസ്പെഷ്യലി ഈ ഒരു സമയത്ത് റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതല്ല. ചില കാര്യങ്ങൾ നിങ്ങളെ കറക്റ്റ് ചെയ്യേണ്ടതോ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യേണ്ടതോ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെ? സോ അതിലേക്കാണ് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധ കൊടുക്കേണ്ടത്. എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ എനർജറ്റിക്കലി ഡ്രെയിൻഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കത്തിച്ചു വെക്കണം. ഓക്കെ, ആ ഒരു പ്രകാശം നിങ്ങൾക്ക് ഉണ്ടാവണം, ആ ഒരു ഓറ നിങ്ങൾ ക്ലിയർ ചെയ്യണം. അതിലേക്കാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത്. ചില ആളുകൾ നിങ്ങളുടെ ഒരു യങ് എനർജിയിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഈവൻ നിങ്ങൾ വളരെ യങ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കാരണം നിങ്ങളുടെ ഒരു കുട്ടിത്തം, നിങ്ങളുടെ ഒരു യങ് എനർജി നിങ്ങൾ പലപ്പോഴും വിട്ടുപോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എല്ലാവരും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ ഒരു യങ് എനർജിയിലേക്കാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പേടിയാണോ, എന്ത് ആങ്സൈറ്റി ആണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് കൂടുതൽ കൂട്ടുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ വീണ്ടും നിങ്ങളെ കൊണ്ടുവെക്കാതിരിക്കുക. അതിന് എന്ത് സൊല്യൂഷൻ ആണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ അതിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ചെയ്യേണ്ടത്. എസ്പെഷ്യലി ഇതുപോലെ നിങ്ങൾ ട്രാപ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്, നിങ്ങളുടെ ഒരു പേടിയാണ്, നിങ്ങളുടെ ഫിയർ ആണ് ഈ ഒരു സമയത്ത് നിങ്ങളെ ലീഡ് ചെയ്യുന്നതെങ്കിൽ പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ്. ഇതൊക്കെ കാരണമായിരിക്കും നിങ്ങൾ ഒന്ന് എനർജറ്റിക്കലി ഡ്രെയിൻഡ് ആയിട്ട് പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി കണക്ഷന്റെ പേരിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കാതിരിക്കുക. ഓക്കെ, ട്വിൻ ഫ്ലെയിം കണക്ഷൻ, ട്വിൻ ഫ്ലെയിം ജേർണി, അല്ലെങ്കിൽ എന്ത് കണക്ഷനോ സോൾമേറ്റ് കണക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അതിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കാതിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ അങ്ങനത്തെ ഒരു ജേർണിയിൽ വന്നെന്ന് കരുതി നിങ്ങളുടെ ലൈറ്റ് നിങ്ങൾ എനർജറ്റിക്കലി ഡ്രെയിൻ ചെയ്യാതിരിക്കാം. എസ്പെഷ്യലി മനസ്സിലാക്കുക, നമ്മുടെ കണക്ഷൻസ് അത് നമ്മുടെ ലൈഫിന്റെ എന്നേക്കുമായിട്ടും ഭാഗമാകേണ്ട ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിലൊക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നു പോയത് കൊണ്ട് അതിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ സഫർ ചെയ്യേണ്ട കാര്യമില്ല, അതിൽ നിങ്ങൾ തന്നെ കത്തി എരിയേണ്ട കാര്യമില്ല. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ എനർജി ഡ്രെയിൻഡ് ആയി പോയിട്ടുള്ളത്, ആര് കാരണമാണോ, എന്ത് സിറ്റുവേഷൻ കാരണമാണോ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെന്റൽ സിറ്റുവേഷനിലേക്ക്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇമോഷണൽ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കൊണ്ടുവരാം. കാരണം നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ പുതിയ
സ്റ്റാർട്ടിങ് ഉണ്ടാവുന്നുണ്ട്. ലവ് ബിഗിൻസ്, ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ്. നിങ്ങളുടെ സ്നേഹം ഹോൾഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെ? നിങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ വാങ്ങിക്കാൻ ഡിസേർവ് ആയിട്ടുള്ള ഒരു വ്യക്തി, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു റിട്ടേണും അത് വേണ്ട രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആളാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ വേണ്ടത്, അല്ലെ? അതാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ നമുക്കൊരു ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് വാരിക്കോരി കൊടുക്കുന്ന സമയത്ത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ അത്ര ഒരു വാല്യൂ അതിന് കൊടുക്കണമെന്നില്ല, അല്ലെ? സോ നിങ്ങൾ കൊടുക്കുന്ന ടൈം, എഫേർട്ട് എവിടെയാണ്, ആർക്കാണെന്നുള്ളത് നിങ്ങൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ എന്താണ് ഡിസേർവ് ചെയ്യുന്നത് അതിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. കാരണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു സെൽഫ് എസ്റ്റീമിലൊക്കെ നിങ്ങൾ കുറച്ച് വർക്ക് ചെയ്യേണ്ട ആളുകൾ ഉണ്ടാവുന്നുണ്ട്. സോ ചില പ്ലേസിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ സെൽഫ് വൈസ് നിങ്ങൾ കംപ്ലീറ്റ്ലി ഡൗൺ ആയി പോയിട്ടുണ്ടായിരിക്കണം, വളരെ ലോ എനർജിയിലേക്ക് പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യുക. കാരണം റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈവൻ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് പ്രോബബ്ലി ലൈക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, ഡിഫറെന്റ് കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കാം, നിങ്ങൾക്ക് ഒരു ഡീപ്പ് കണക്ഷൻ തോന്നുന്ന ആളുകളായിരിക്കാം. അതായത് ഒരു റിലേഷൻഷിപ്പ്, പാർട്ട്ണർ, കമ്മിറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഡീപ്പ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഹെൽത്തി ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. അവിടെ സ്നേഹം നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാനും ഗ്രോ ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ അങ്ങനത്തെ ഒരു പ്ലേസിലല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് നിങ്ങളുടെ കുട്ടിത്തെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുക. ലൈഫ് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ വെക്കേണ്ട ഒരു ടൈമാണ്. ഓക്കെ, കാരണം ഇത് നിങ്ങളുടെ ഒരു ട്രൂ ലവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റൈറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പേഴ്സൺ അല്ല, അല്ലെ? അല്ലെങ്കിൽ ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കാണ്, സിംഗിൾ ആണ്, ലൈഫിൽ സന്തോഷമൊന്നുമില്ല, ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സന്തോഷമായിട്ടിരിക്കായിരുന്നു, അങ്ങനെ വിചാരിച്ചിട്ടുമല്ല നമ്മളൊരു ആളെ ലൈഫിൽ കൊണ്ടുവരേണ്ടത്, അല്ലെ? സോ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ആ ഒരു ഗ്ലോ കണ്ട്, നിങ്ങളുടെ ലൈഫിലെ ചില യൂണിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ട്, നിങ്ങളുടെ ആ ഒരു കുട്ടിത്തം, ആ ഒരു യങ് ആയിട്ടുള്ള ഒരു എനർജി കണ്ടിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു അട്രാക്ഷൻ ഉണ്ടാവേണ്ടത്. അതാണ് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ. നിങ്ങൾ എങ്ങനെ നിൽക്കുന്നോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്, അതുപോലെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഒരു റിയൽ ലവ് എന്ന് പറയുന്നത്, അല്ലെ? സോ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ ഓവർ ഫ്ലെക്സിബിൾ ആവുന്നതല്ല. എത്രമാത്രം നിങ്ങൾക്ക് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കോ അത് വളരെ സന്തോഷമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഏതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ ലൈഫിന്റെ ഏതൊക്കെ ഏരിയാസിൽ നിങ്ങൾക്ക് നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണോ അതിലേക്ക് നിങ്ങൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ മാരേജ് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ചില കമ്മിറ്റ്മെന്റ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ചില വ്യക്തികളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്ര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നതായിരിക്കാം. അവരുടെ ലൈഫിൽ അത്ര ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങളെ കൺസിഡർ ചെയ്യുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഇത് ചില ആളുകൾക്ക് നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിക്ക് നിങ്ങളുടെ പൊസിഷൻ, അവരുടെ ലൈഫിൽ നിങ്ങളുടെ പൊസിഷൻ എന്താണെന്നുള്ളത് തിരിച്ചറിയാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, അതിനുള്ള അവസരങ്ങൾ ചില സമയത്ത് നിങ്ങളായിട്ടും ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ മാറി നിൽക്കേണ്ട പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ മാറി നിൽക്കുക. എക്സാക്ട്ലി ചില മാറ്റങ്ങൾ ചില ആളുകൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ആണ്, ഒരു സന്തോഷമാണ്, ഒരു റിയൽ കണക്ഷൻ ആണ്, ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ അത് ഈ ഒരു സമയത്ത് ഇല്ലാത്ത പ്ലേസ് നിന്ന് നിങ്ങൾ ഫ്രീ ആയിട്ട് കൂൾ ആയിട്ട് നിങ്ങൾ മാറി നിൽക്കുക. ഓക്കെ, സോ ഒരുപാട് അതിൽ സ്ട്രക്ക് ആയിട്ട് നിൽക്കാതിരിക്കുക. കാരണം പുതിയ പുതിയ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എക്സാക്ട്ലി ഒരു ന്യൂ സ്റ്റാർട്ടിങ്, ന്യൂ ബിഗിനിങ്, ന്യൂ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ റിലേഷൻഷിപ്പിന് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം. അത് പ്രോബബ്ലി നിങ്ങൾ ആദ്യമായിട്ട് റിലേഷൻഷിപ്പിൽ വരുന്നതായിരിക്കാം, ഫൈനലി നിങ്ങൾ നിങ്ങളുടെ ഒരു റൈറ്റ് പേഴ്സണെ മീറ്റ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾ കല്യാണം കഴിക്കുന്നതായിരിക്കാം. കാരണം റിലേഷൻഷിപ്പിൽ പുതിയ അനുഭവത്തിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, സോ അവിടെ എല്ലാം ഈസി ആയിട്ട് പോകാന്നുള്ളതല്ല, അവിടെ ആ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, ചാലഞ്ച് ഉണ്ടാവും. കാരണം നിങ്ങൾ ഇത്ര കാലമായിട്ട് സിംഗിൾ ആയിട്ടുള്ള ഒരാള് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വളരെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും. ചിലതൊക്കെ നമുക്ക് കുറച്ചൊരു സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവും, അല്ലെ? സോ അതൊക്കെ ലൈക്ക് നിങ്ങൾ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരും നിങ്ങൾ റിലേഷൻഷിപ്പ്, നിങ്ങൾ ഏത് സ്റ്റേജിൽ കൂടെ പോവാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രീക്വൻസി നിങ്ങൾ ആ ഒരു ലെവലിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ
ഹെൽപ്പ് ചെയ്യുക. എങ്ങനെയാണ് അത് കണക്ട് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ഒരു സമയത്ത് എനർജറ്റിക്കലി അല്ലെങ്കിൽ ഇമോഷണലി ഡ്രെയിൻഡ് ആണ്, ഡൗൺ ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ഒന്ന് ഡിറ്റാച്ച്ഡ് ആയി, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ട കാര്യത്തിലേക്ക്, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് നിങ്ങൾ വളർത്തിക്കൊണ്ടുവരാം. ഓക്കെ, ആ ഒരു എക്സൈറ്റ്മെന്റ്, ഇപ്പൊ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരാൾ നിങ്ങൾ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നു, ആ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അല്ലെ, അതിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് തോന്നാണോ റിലേഷൻഷിപ്പിൽ ഇനി ഒന്നും സംഭവിക്കാനില്ലേ, ഇനി ഒന്നും സക്സസ് ആയിട്ട് വരില്ലേ എന്നൊക്കെ തോന്നിയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇത് ശരിയാവില്ലേ എന്നൊക്കെ തോന്നിയിട്ടുള്ള ആളുകൾ, ലൈക്ക് ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ സൃഷ്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ മിറാക്കിൾസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ലൈറ്റ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അതിലേക്ക് കണക്ട് ചെയ്യണം, അലോ ചെയ്യണം. ഓൾറൈറ്റ്, സോ ചില ആളുകൾ നിങ്ങളുടെ ഒരു ലേറ്റ് ഏജ് അല്ലെങ്കിൽ ഒരു മിഡ് ഏജിലൊക്കെ ഒരു വളരെ നല്ല എക്സ്പീരിയൻസ് തരുന്ന റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. What kind of relationship you are attracting? My goodness. This is the answer for my question. What kind of relationship you are attracting? Number two people, spiritual union. എനർജറ്റിക്കലി കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എനർജറ്റിക്കലി സിങ്ക് ആവുന്നുണ്ട്. ഓക്കെ, ആൻഡ് സി ഹിയർ, നിങ്ങൾക്കിടയിൽ ഇപ്പം ഇനീഷ്യലി നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും മാച്ച് അല്ല. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിങ്ക് ചെയ്യാൻ പറ്റുന്ന, എസ്പെഷ്യലി നിങ്ങളുടെ സ്നേഹം വളരെ അൺകണ്ടീഷണൽ ആണ്, അല്ലെങ്കിൽ സ്നേഹം റിലേഷൻഷിപ്പ് ട്രാൻസ്ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരാളുടെ വൺ മാൻ ആർമി പോലെയല്ല. ഇവിടെ രണ്ടാളുടെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാവുന്നുണ്ട്, രണ്ടാളുടെ ഒരു അറ്റൻഷൻ ഉണ്ടാവുന്നുണ്ട്, രണ്ടാളുടെ ഒരു എഫേർട്സ് ആവശ്യം, ഈ ഒരു റിലേഷൻഷിപ്പ് ആവശ്യമായിട്ട് കാണുന്നുണ്ട്. പ്രോബബ്ലി നിങ്ങൾ ഒരുപാട് ലോങ് ടേമിലേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് ആണ്. നിങ്ങൾ മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വർത്ത്, നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ചില മാറ്റങ്ങൾ റിയലൈസ് ചെയ്യുന്ന ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ചില ആളുകൾ അത് റിയലൈസ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്ക് ഇതൊരു പുതിയൊരു മീറ്റിംഗ് ആണ്. ഓക്കെ, പുതിയ പേഴ്സൺ ആണ്, പുതിയ എക്സ്പീരിയൻസ് ആണ്, ആൻഡ് മെയിൻലി ഇത് നിങ്ങൾ ഒരുപാട് വാല്യൂ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, നിങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ വാല്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് ട്രാൻസ്ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഇത്ര കാലം നിങ്ങൾ എന്തൊക്കെ പാസ്റ്റിലൂടെ വന്നെന്നുള്ളത് നിങ്ങളുടെ ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത്. ആൻഡ് വളരെ അൺഎക്സ്പെക്റ്റഡ്ലി ആയിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതൊരിക്കൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമായിരിക്കാം, ആഗ്രഹിച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ചില കാര്യത്തിനോടൊക്കെ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് ഇത്ര കാലമായിട്ട് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഹോൾഡ് ചെയ്യുന്ന ഇമോഷൻസ്, അത് പ്രോബബ്ലി നിങ്ങളൊരു ലാക്നെസ് ആയിരിക്കാം കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കംപ്ലീറ്റ്ലി റിലീസ് ചെയ്യാം. ഓക്കെ, ഇത് ഏതൊക്കെ ഒരു ടൈമിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളതോ, നിങ്ങൾ അട്രാക്ട് ചെയ്തിട്ടുള്ളതോ, നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, നിങ്ങളോ നിങ്ങളുടെ സോൾ അത്ര ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങൾ കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സക്സസ് ആൻഡ് സോളിറ്റ്യൂഡ്. ഓക്കെ, സോ സോളിറ്റ്യൂഡ് നിങ്ങൾക്ക് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇമോഷണൽ ലോസസ് നിങ്ങൾ കാണിക്കുന്നത് ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവേണ്ടതായിട്ടുണ്ട്. ചില ആളുകളുടെ മെമ്മറീസ് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവേണ്ടതായിട്ടുണ്ട്. അത് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സെർവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരാളുടെ മാത്രം ഒരു എഫേർട്ടിലാണ് ഒരു റിലേഷൻഷിപ്പ് പോകുന്നതെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഒരു സോളിറ്റ്യൂഡ് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് അതിലേക്കൊക്കെ എത്താൻ സാധിക്കും എന്നുള്ള പല കൺഫ്യൂഷൻസ് മേ ബി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു സെൽഫ് എസ്റ്റീം, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സെൽഫ് റെസ്പെക്ട്, അതിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ചില സിറ്റുവേഷൻ സോൾവ് ചെയ്യാൻ പറ്റുന്നത്, സക്സസ് ആയിട്ട് ലീഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം ചില കാര്യത്തിൽ നിന്നൊക്കെ മാറി നിൽക്കണം, ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കണം, നിങ്ങൾക്ക് ഒരു ക്ലെൻസിങ് പ്രോസസ്സിൽ വരണം, ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്തണം എന്നുള്ളത് നിങ്ങൾ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, പക്ഷെ അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക, നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, ഈവൻ അത് നിങ്ങളുടെ പാസ്റ്റ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു, നിങ്ങൾ എന്തൊക്കെ, ഈവൻ അത് നിങ്ങൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് ആയിരിക്കാം,
അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അതൊക്കെയാണ് നിങ്ങൾ സെൽഫായിട്ട് കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. ഒരു വിലയിരുത്തുന്നത് പോലെ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് എന്ത് കിട്ടി, നിങ്ങൾ എന്ത് കൊടുത്തു എന്നുള്ളതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ആൻഡ് മെയിൻലി നിങ്ങൾ കണക്ഷന്റെ പേരിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കാതിരിക്കുക. കാരണം ചില പ്ലേസിൽ നിങ്ങൾ ഇമോഷണലി നിങ്ങൾ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഹാർട്ട്, എസ്പെഷ്യലി നിങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയണം. കാരണം അത് പ്രോബ്ലി നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ചെയ്യുന്ന കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾ പുതിയ കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ മാർക്കറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ ഒരു സ്പിരിച്വൽ യൂണിയൻ, ഹൗ മാജിക് ഇറ്റ് ഈസ് അല്ലെ. സോ നിങ്ങള് കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കൊടുക്കുന്ന ആളായിരിക്കാം, പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് അതുപോലെ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, സോ നിങ്ങള് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ചില മാറ്റങ്ങൾ വന്നിട്ട് വേണം ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ലൈഫിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവിടെ വരുന്നതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ആണ്. ഓക്കെ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ആണ്. അത് പ്രോബബ്ലി ഈ ഒരു സമയത്ത് നിങ്ങൾ ചില മാറ്റങ്ങളും, അല്ലെങ്കിൽ നിങ്ങളുടെ ചില എക്സ്പെക്ടേഷൻ, നിങ്ങളുടെ ചില ഫാന്റസി നിങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട്, ഓക്കെ, ഈ പേഴ്സൺ നിങ്ങൾ എല്ലാ രീതിയിലും കണക്ട് ആയിട്ട് എല്ലാം ഈസി ആയിട്ട് പോകുന്നു എന്നുള്ളതല്ല. രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണ്, രണ്ടാൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള സ്വഭാവങ്ങൾ ഉണ്ടാവും. പക്ഷെ രണ്ടാളുകളും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഗിവ് അപ്പ് ചെയ്യാതെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. റിലേഷൻഷിപ്പ് റെസ്പെക്ട് ചെയ്യുന്ന പാർട്ട്നേഴ്സ് ആണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് കണക്ഷനോ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ അതൊന്ന് ഡിറ്റാച്ച്ഡ് ആവാം. ഓക്കെ, കാരണം എന്നാലേ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ, പുതിയ എക്സ്പീരിയൻസിലേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ഓക്കെ, സോ ഇത് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളാണ്. നിങ്ങൾ മാരേജ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ചില വളരെ റെയർ ആയിട്ടുള്ള, വളരെ ഇന്റൻസ് ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. പുതിയ സ്റ്റാർട്ടിങ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പുതിയ മാറ്റം ഉണ്ടാവുന്നുണ്ട്. യെസ്, നിങ്ങൾ ചില ആളുകൾ ചോദിച്ചു ഇനി എന്തെങ്കിലും മാറ്റം റിലേഷൻഷിപ്പിൽ ഉണ്ടാവുമെന്ന് ചോദിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ യെസ്, നിങ്ങൾക്ക് മാറ്റം നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു മാറ്റത്തിലേക്ക് വരാൻ നിങ്ങളെ എങ്ങനെയാണോ നിങ്ങളെ ഡിലേ ആക്കുന്നത് അതൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഫ്രീ ആക്കി വെക്കുക. എല്ലാ ഫ്രീഡം നിങ്ങൾക്ക് കൊടുക്കുക, പുതിയ അനുഭവങ്ങൾ കൊടുക്കുക, പുതിയ അവസരങ്ങളിലേക്ക്, റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് പുതിയ അവസരങ്ങളിലേക്ക് നിങ്ങൾ അലോ ചെയ്യുക. കാരണം ചില ആളുകൾ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കംപ്ലീറ്റ് അത്ര കാലത്ത് ഒരു റിയാലിറ്റി, നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിയാലിറ്റി ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ ഇതുവരെയുള്ള ഒരു റിയാലിറ്റി അല്ല നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, അത് അല്ലാന്നുണ്ടെങ്കിൽ, അത്ര സന്തോഷമുള്ള ഒരു കാര്യം അല്ലാന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി വിട്ടേക്കാം. എന്നാലും നിങ്ങൾക്ക് പുതിയ റിയാലിറ്റി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ, അവസരങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അവസരങ്ങൾ നിങ്ങളുടെ വാതിൽക്കൽ വന്ന് കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ റൈറ്റ് പേഴ്സൺ എനർജറ്റിക്കലി നിങ്ങളുടെ വാതിൽക്കൽ വന്ന് കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ലൈറ്റ് കൊടുക്കുന്ന സമയത്ത്, നിങ്ങൾ ആ ഒരു പ്രകാശം പടർത്തുന്ന സമയത്താണ് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കുള്ളൂ. ഓക്കെ, എവിടെയാണോ നിങ്ങൾ ആ ഒരു ഡിം ആക്കി വെക്കുന്നത്, നിങ്ങൾ കംപ്ലീറ്റ്ലി അത് അണച്ചു വെക്കുന്നത്, അത് മനസ്സിലാക്കി നല്ല രീതിയിൽ ഗ്ലോ ചെയ്യുക, നല്ല രീതിയിൽ പ്രകാശിക്കുക. അതിന് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക അതൊക്കെ വളരെ സന്തോഷമായിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.